എനിക്ക് ഇതേ വേണ്ടു. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ എവിടെയില്ലത്? എല്ലാവർക്കും സ്വാഗതം. ഞാനായിട്ട് പറയുന്നില്ല, മൂന്നാളും മൂന്ന് ദിശയിലേ ഇല്ലതേ. നമ്മളിപ്പം ഞാനായിട്ട് പറയാണ്ടിരിക്കുന്നില്ല നമ്മളിപ്പോ എവിടെയുള്ള സീനാട്ടാ? ഇത് നമ്മള് പിന്നെ വീടിന്റെ അടുത്തുള്ള ഒരു പാറയിലെന്ന്. അങ്ങനെ തന്നെ എവിടെയില്ല, വീടിന്റെ അടുത്തുള്ള ഒരു പാറൊക്കെ ഉണ്ട്. സന്ധ്യ തേരാകുമ്പോ നമ്മ ഇങ്ങോട്ട് വന്നു. വീട്ടിൽ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ ഇപ്പൊ പറ്റുന്നില്ല അല്ലെ? കുറച്ച് നാളായി. 2-3 ദിവസം കൂടെ കഴിഞ്ഞാല് എല്ലാം പഴയ രീതിയിൽ ശരിയാവും അല്ലേ? അതെ നമുക്ക് വീട്ടിൽ പഴയ പോലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല വെച്ചാല് അവിടെ പണിക്കാരും അല്ലേ, കുറച്ച് തിരക്കെല്ലാം ആയതുകൊണ്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി നമ്മളൊരു റീൽസ് എല്ലാം പിടിച്ചു. അമ്മേന്റെ അതേപോലെ വീഡിയോ ഞാൻ എന്തൊക്കെ വർത്താനം പറയുമ്പോ വീടിന്ന് ഇങ്ങനെ നരവ് അമ്മേന്റെ അതേപോലെ എല്ലാവർക്കും വരുമായിരിക്കും. അച്ഛനെ നീ ശ്രദ്ധിക്കാം. അതെ എനിക്കില്ല അല്ലേ? ഇവക്കുണ്ടാ? ഇവിടെന്നാ കളിക്കുന്നത്? ഞാനൊരു വടരക്ഷി. അതെന്താ പുതിയ പാട്ടാ? കരളിന്റെ മുകളിലെ പെണ്ണിന്റെ കരളെ പകുതി പാടും പകുതി പാടില്ല. കഷ്ണം എന്നല്ല, ഓക്ക് മൊത്തമായിട്ട് അറിയും. നമുക്കിനി കുറേ നാളായില്ലേ പ്രിയ മറ്റേ നമ്മുടെ മണിക്കുട്ടൻ്റെ എന്താണ് റാപ്പ് കേൾക്കാനിട്ട്? ഒരു റാപ്പ് എന്തായാലും മണിക്കൂട്ടൻ എന്തായാലും നീ പാടണം. ഓർമ്മിച്ചിട്ട് ഏതെങ്കിലും ഒന്ന്. എന്നിപ്പം നമ്മൾ എനിക്ക് കുറച്ച് നേരത്തെ എന്തോ പാടിത്തന്നിന് അല്ല, അത് നമ്മൾ വണ്ടിയിൽ വരുമ്പോൾ അവനെന്തോ ഒരു പാട്ടിട്ട് പാടുന്നുണ്ടായിരുന്നു. ഡാപ്സീൻ്റെ തന്നെയാ? ഉമ്മാൻ്റെ അല്ല, മറ്റേ ഇത് പിന്നെ ബീവിയാ. ഇല്ല അവനെ ഫ്ലോ കളയല്ല നീ, വെറുതെ അവൻ ഓർക്കുന്നു. അങ്ങനെ മേതുട്ടി ആരാ ഇതൊക്കെ? കുറേ ഈച്ചമാരെല്ലാം പോയല്ലേ കൂടെ? ഹായ് എന്ന് പറഞ്ഞിട്ട് പോയല്ലേ? നിനക്കത് പറയണ്ടേ, നിനക്ക് കുർത്തക്കട അടിച്ച് അടി കിട്ടും. കുറേ ഏച്ചിമാർ ഇതിൽ കൂടെ പോകുന്നുണ്ടല്ലേ, അവർ നടക്കാൻ പോകുന്നേ അല്ലേ മേതുട്ടി? അതെയാ? നമ്മുടെ മണിക്കൂട്ടിൻ്റെ റാപ്പ് ഇതുവരെ കിട്ടിയില്ലേ? മണി റെഡിയായാ? നേരത്തിന് ശേഷം മണി ആ പാട്ട് പഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് പാടിക്കേട്ടോ. കുഞ്ഞിലെ ഔക്കാൻ്റെ മുള്ള പാപ്പാൻ്റെ സ്വർണ്ണ കനിയാണ്. അങ്ങളുടെ മാർക്കൊക്കെ ബീരിയ. ഉമ്മാൻ്റെ ഇപ്പൊരു മുള പഠിക്കുന്ന വലിയത് സ്ഥലത്താണ്. അൽഹംദുലില്ലാ പഠിക്കണ്ടല്ലോ അല്ലേ? ഹൈറെ ഐ അടക്കത്തെ നടക്കുന്ന മോളിന്ന് വതുക്കത്തെ കഥയില്ല റാണിയാക്കാം. അത് കഴിഞ്ഞോളപ്പം ജീവിച്ച് തീർത്താലും ഭൂമിയിലെ സ്വർഗം ഞാൻ പൊരയിലാക്കാം. കൽക്കണ്ട കനിയെ കരളുടെ കഷ്ണേ ഉമ്മാരെ മഴമുളെ പോരുന്നോന്ന് ഞാനറ്റ മോന്നർത്ഥം നന്ന് പള്ളിയിലെ കുടിയിലെ ചൊട്ടയില്ല പണി നല്ല ജോറ ഒരു മുറി പീടിയ ഉമ്മാൻ്റെ പൊരയില്ല പയ്യാൻ പലത്ത. അപ്പം അറിയാം എനക്കിന്നെ വേണ്ടാന്ന്. ബ്രോ വാട്ട് ഡിഡ് യു സേ? ഏയ് എനക്കിന്നെ വേണ്ടാന്ന്. അവൻ പാട്ട് പാടിയതാ ഇതിനുള്ളിൽ കയറി ഇരുന്നിട്ടാ. നീ പറയുന്നത് കേൾക്കൂല, അതിൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ കേൾക്കല്? ഓളെ ആക്ഷൻ ഇടുന്നു. എടാ വീണൂടാ മണിക്കൂട്ടനത് വലിക്കുപോയി അതിൻ്റെ ഇടയ്ക്ക് പറ്റി. മണിക്കൂട്ടൻ്റെ റാപ്പ് കഴിഞ്ഞു അല്ലേ? ഇതെയാ പാട്ട്. പക്ഷെ നമുക്ക് ഇന്ന് നമുക്ക് അടുത്തേലിടാ അത് ഓരോ ദിവസം. പക്ഷെ ഇവന് കുറേ നാളായി നമ്മൾ ഇവൻ്റെ കേട്ടെ. ഇതിന് മുന്നേ എല്ലാം ഇവൻ പാടലുണ്ടായിരുന്നു അല്ലേ പ്രിയ? പിന്നെ നമ്മ അതെ ഏതായാലും നമ്മൾ ഇനി വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോയിന്ന്. അമ്മമ്മ ആടി തന്നെ ഉണ്ട്. അമ്മമ്മ എടാ പോയി ചായയെല്ലാം കുടിക്കണം. അത്ര നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയ ഉറക്കം വരുന്നത്. ചായ എപ്പോഴും നമ്മൾ ചായ അഡിക്റ്റാണ്.
ഒന്നാമത് കാലാവസ്ഥ അങ്ങനത്തെ ആയാലും അതെ, ഒരു ഉണർവ് കിട്ടണമെങ്കിൽ ചായ കുടിക്കണം. ഇതെന്നാണ് തൂക്കം മസാറാട്ടി ഒരു പാട്ട് പാടിയ പിന്നെ മണിക്കൂട്ടൻ അതന്നെ. അത് തുടങ്ങാനേ പണിയില്ല, തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഓരോന്നോരോന്നായിട്ട് വയ്യുണ്ട്. മേതു ഡാൻസ് കളിക്കുന്ന മണിക്കൂട്ടൻ പാട്ട് പാടും. അയ്യോ, അതിന്റെ ഇടക്ക് നമ്മളത് വിട്ടുപോയല്ല. മേതുവിന്റെ ഡാൻസ് ഉണ്ട്. മേതു, നമ്മൾ നിന്റെ ഡാൻസ് കാണിച്ചു കൊടുക്കണ്ടേ? ചിക്കലൊക്കെ ചെയ്യാറ്. അടിച്ചു തെളിച്ചു പഠിച്ചോടിച്ചേ പിറന്ന പാതിരകൾ തിരഞ്ഞാൽ വഴിയിൽ അലഞ്ഞു തിരിഞ്ഞ കടൽ ഞുറിഞ്ഞു മറിഞ്ഞു. എന്റെ അമ്മ ഇവൻ നിർത്തുന്നില്ലട്ടാ. നേരെ വിടോ, ഇപ്പൊ തുടങ്ങിയതാ മണിക്കൂട്ടൻ റാപ്പ്. എന്നാ തൊട്ടി അപ്പം നമ്മള് പള്ളി പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്തുള്ള പള്ളിയില് ഇപ്പം പരിപാടിയാണ്. അന്നേരം മേതൂട്ടി കരഞ്ഞു പിടിച്ച് മേടിച്ചത് ഈ മൈലാഞ്ചിയെ. എനിക്ക് ഇട്ടേരണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി. ഞാൻ മേതൂട്ടി വാശി പിടിച്ച് അതന്നെ വാശി പിടിച്ച് വാങ്ങിയതാണ്. എനിക്ക് ഇതേ വേണ്ടു. അതൊന്നും അമ്മേനോട് ഞാൻ ഒരു പ്രാവശ്യം ഇത് തരുമോന്ന് പറഞ്ഞു. അമ്മ മേടിച്ചു, അതുകൊണ്ട് ഞാൻ കാണുന്നതാണ്. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടില്ലാത്തോണ്ട് കരഞ്ഞതല്ലേ? ഒരു പ്രാവശ്യം തരാത്തോണ്ട് അപ്പൊ പ്രിയ അതിന്റെ നല്ല അടിപൊളി ഡിസൈനിലാക്കാൻ. പ്രിയ ഇടുന്ന പിടിച്ച് ചെയ്ത ഡിസൈൻ എല്ലാം ഒന്നും അറിയാൻ ഇങ്ങനെ ഇവിടെ കയ്യാണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണം. ആദ്യം മറ്റേ ഫോണിൽ നോക്കിയേ, ഫോണിൽ നോക്കുമ്പോ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ലാസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു വട്ടമാക്കിട്ട് ഇവിടെ എന്നോട് പറയുന്നു ഫോൺ തുറന്നു നോക്കുന്നു. ഞാൻ എനക്കൊരു ഇതാവുന്ന പോലെ ഇങ്ങനെ അങ്ങ് വരച്ചു കൊടുക്കുകയും. മേതൂട്ടിന്റെ മിസ് വഴക്ക് പറയില്ലേ? വഴക്ക് പറഞ്ഞിട്ടില്ല. ആ മിസ്സിന് ഇഷ്ടം. അമ്മാമ ഇങ്ങനെ നോക്കുന്നുണ്ട് മേതൂട്ടിന്റെ ഡിസൈൻ അല്ല മേ? ഇത് 20 മൈലാഞ്ചിയാന്നേ. അതുകൊണ്ട് വലിയ കളർ ഇല്ലേ, നമ്മള് രണ്ടോട്ടായി വെച്ച് മായ്ക്കുന്നു. അങ്ങനെ കളറൊന്നും പിടിച്ചില്ല. അതുകൊണ്ട് ഞാൻ ധൈര്യത്തിൽ പിന്നെ വെച്ച് കൊടുക്കുന്നു. അടിപൊളി ഡിസൈൻ ആണ്. പക്ഷെ ധൈര്യം സുന്ദരി പാറുവാക്കിയല്ലേ മേതൂട്ടി? അപ്പോൾ നമ്മളൊരു ചായേൻ്റെ പാത്രം ഒന്നും ഇതുവരെ എടുത്ത് മാറ്റിയിട്ടില്ല. അപ്പോൾ ഒരു ചായ കുടിച്ചതേ ഇല്ലൂ. ഇനി ഇങ്ങനെയാണ്, അത് വേറെ ഡിസൈൻ, ഇത് എന്റെ ഡിസൈൻ. അതിന്റെ ഡിസൈൻ ഒന്നും വരക്കാൻ പറ്റില്ല. ഇത് അമ്മേന്റെ ഡിസൈൻ ഒക്കെ വട്ടം വരച്ച ഇനി കൊള്ളാവും. ഇനിയിപ്പോ നമുക്ക് ഇതിനിങ്ങനെ വളച്ചൊരു വാല് വരച്ചു. നമ്മളെ മണിക്കൂട്ടനെ അതിൻ്റെ ഇടയ്ക്ക് എന്താ പണിയെടുക്കുന്ന നോക്കല. മണിക്കൂട്ടൻ പഠനം എന്നെല്ലാം പറഞ്ഞു. ഇപ്പോഴത്തെ പഠനം ഫുള്ള് മൊബൈലായതുകൊണ്ട് അല്ലേ അമ്മ? ഇനിയിപ്പം ഫുള്ള് മൊബൈലല്ലേ ഏത് സമയം. അതുകൊണ്ട് പഠിക്കാനാണോ ഇവൻ കളിക്കാനാണോ മൊബൈൽ എടുക്കുന്നൊന്നും മനസ്സിലാകുന്നില്ല. എന്നമ്മേ? അതല്ലേ? മണിക്കൂട്ടാ എന്നാ ഇതെന്ന് മണിക്കൂട്ടാ എന്നാ സെർച്ചിങ് നീ ഒന്ന് സെർച്ച് ചെയ്യുന്ന കാണിച്ചെന്നേ. പഠനാന്ന്, ഭയങ്കര പഠനാന്ന് മണിക്കൂട്ടൻ. അടിപൊളി. എന്നാണ് ഒരു വരയെല്ലാം വരച്ചിട്ടുണ്ട്. നാളത്തെ ഇന്ന് സ്കൂളിലേക്ക് പോയിട്ടില്ല. ഓരോരോ കവിയുടെ പേരും അവരുടെ കവിതകളും ഇട്ടിട്ട് നമ്മളെ മേതൂട്ടി ഇത് ഉറങ്ങിപ്പോയിട്ടുണ്ട്. പകുതിക്ക് 2 വിരലിന് വെച്ച് കൊടുത്തു. കുളിക്കൊല്ലം ചെയ്യണം അത്ര മേതു. ഇതാ 2 വിരലിന് വെച്ച് കൊടുത്തു. ബാക്കിയില്ല വെച്ച് കൊടുക്കാൻ പറ്റുന്നില്ല, മടക്കി പിടിച്ചുകൊണ്ട്. മേതൂട്ടി ഉറങ്ങിയല്ലേ? അതില് ഒരുത്തൻ്റെ സെർച്ചിങ് ഇതുവരെ നിന്നിട്ടില്ല. ഭയങ്കര സെർച്ചിങ് ആണ്. കവിതയല്ല ഇവൻ സെർച്ച് ചെയ്യുന്നത് മണിക്കൂട്ടാ. ഭയങ്കര സെർച്ചിങ് ആണല്ലോ ഇന്ന്. സ്കൂളിൽ പോയിട്ടില്ല ശരിക്കും. ഇന്നലെ മഴയായിട്ട് ലീവ് ഉണ്ടായി. പിന്നെ രാവിലെ എണീക്കുമ്പോ നല്ല മഴയാണ്. പിന്നെ നമുക്ക് അപ്പുറം രാവിലെ പോവാനില്ലോണ്ട് മേതൂട്ടിക്ക് ജലദോഷമെല്ലാം ഉണ്ട്. അപ്പൊ മേതൂട്ടിക്ക് രാവിലെ വണ്ടി വരും.
അതുകൊണ്ട് നമ്മൾ എന്ത് വിചാരിച്ചു മേതൂട്ടിനെ നോക്കണമെങ്കിൽ മണിക്കൂട്ടിനെ ആവശ്യമുണ്ട്. ഇവരെ കൂട്ടിയിട്ട് നമുക്ക് സാധനം മേടിക്കാനായി അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടാനുണ്ടായില്ലേ. അതെ അതെ. അതുകൊണ്ട് പിന്നെ മണിക്കൂട്ടനെ ഇന്ന് ലീവാക്കി വെച്ചു മേതൂട്ടിനെ നോക്കാൻ വേണ്ടി. നാളെ മുതൽ രണ്ടാക്കും പോണം. അപ്പൊ അതിന്റെ എഴുതി തീർക്കല. അവന് കിട്ടിയ എന്തോ ഹോംവർക്ക്. മഴയെല്ലാം പോയി. മണിക്കൂട്ട് എന്ത് നാടാ മണിക്കൂട്ട ഇത്? മഴ പെയ്താലും സ്കൂളില് മഴ പെയ്ത സ്കൂൾ ലീവാ. നീ എന്നാ അതങ്ങനെ വിചാരിച്ചാ? എന്നാൽ പിന്നെ ജൂൺ മാസവും ജൂൺ ജൂലൈയിലെല്ലാം ഫുള്ളായിട്ട് ലീവ് ആണല്ലോ. നീ സ്കൂളിൽ പോയിട്ടില്ലേ മഴ ദിവസം? അത് ഇന്നലെ ശക്തമായതായതുകൊണ്ട് ഒന്ന് ലീവ് കിട്ടിയതൊന്നേ ഇല്ലോ. ഇന്ന് മഴ കുറവ് തന്നെയാണ്. ഇന്നലെ ഒരേ മഴയുണ്ടായി, ഇന്ന് മഴയൊന്നും ഉണ്ടായില്ല. ഇന്ന് കുറവാണ്. എന്നെ സപ്പോർട്ട് ചെയ്യണം, മഴയെ സപ്പോർട്ട് ചെയ്യണം. നിന്നെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അല്ലേ? കാര്യല്ലേ? ആ അപ്പം അങ്ങനെ നമ്മൾ മേതൂട്ടി ഉറങ്ങിയിട്ടാ. ഇനി മേതൂട്ടിനെ കുറച്ച് കഴിഞ്ഞ് വിളിക്കണം, അത് കഴുകി കൊടുക്കും വേണം. ഇനി ഇറങ്ങി ഇനി ഒരു സംശയമാണ് ഇനി നമുക്ക് ഒപ്പി ഇങ്ങനെ വെള്ളം കുടിച്ച്. അതെ അല്ലേ? അതെ അതെ. നമ്മുടെ ഇവിടെ അടുത്ത പള്ളിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. അതെ, ഇന്ന് ലാസ്റ്റ് ഡേ ആണ് നാടകം. അച്ഛൻ നീ കാണാനാ, നീ വേ പഠിച്ചോളൂ. പോയി കഴിഞ്ഞാൽ അങ്ങനെയാണേ. പോയി കഴിഞ്ഞാൽ ഇങ്ങനെ 10-12 മണിയാവും. പിന്നെ ഇവർക്ക് നാളെ സ്കൂളിലും പോകാനാകുമ്പോഴത്തേക്ക് ഉറങ്ങിയെണീക്കാനും എല്ലാം മടിയായിരിക്കും അല്ലേ? അതുകൊണ്ട് പിന്നെ നമ്മൾ തൽക്കാലം പോയി. പിന്നെ മഴയാണെങ്കിൽ മടി പിടിച്ചു നിന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ പറയാൻ ഭയങ്കര ഉത്സാഹമില്ല. അത് ആവാനാകുമ്പോൾ വരില്ലോ ഓനതല്ലേ. അപ്പം എനിക്കൊരു കോളും അതിലുണ്ട്. ഏതായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ലേ? അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.